we were discussing about forms of business and ITs. Among that, one of the type is trust. Trust എന്ന് വെച്ചാൽ it is a structure where a trustee carries out the business on behalf of the members or beneficiaries of the trust. ട്രസ്റ്റിന് വേണ്ടിയിട്ട് ട്രസ്റ്റി എന്ന് പറയുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ട്രസ്റ്റി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. അവിടുത്തെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട്, മെമ്പേഴ്സ് ഡയറക്റ്റ് ഇൻവോൾവ് ആവില്ല, മെമ്പേഴ്സിന് പകരം ഈ ഒരു ബിസിനസ് നോക്കി നടത്തുന്നത്, ട്രസ്റ്റ് നോക്കി നടത്തുന്നത് അവിടുത്തെ പ്രസിഡൻ്റ് എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും. പ്രസിഡൻ്റ് എന്നായിരിക്കും കൂടുതലും നമ്മൾ ആ വ്യക്തിയെ പറയുക. കമ്പനിയെ പോലെ നോക്കിയാൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റൈറ്റി അല്ല. നമ്മൾ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ പേഴ്സൺ ആയിട്ടൊന്നും ട്രസ്റ്റിനെ കൺസിഡർ ചെയ്യത്തില്ല. ദെൻ ട്രസ്റ്റ് ആർ ഓഫൺ യൂസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ദ റണ്ണിങ് ഓഫ് എ ബിസിനസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ്. ട്രസ്റ്റ് എന്ന് പറയുന്നത് സ്വന്തം ബെനിഫിറ്റിനല്ല, ബാക്കിയുള്ളവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അവിടുത്തെ മെമ്പേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. ട്രസ്റ്റി എന്ന് പറയുന്ന വ്യക്തിക്കായിരിക്കും അവിടുത്തെ അസറ്റുകൾ അല്ലെങ്കിൽ അവിടുത്തെ സമ്പാദ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം. സ്വന്തം ബെനിഫിറ്റിനോ ഗെയിനോ വേണ്ടിയിട്ടല്ല, അവിടെയുള്ള ബാക്കി ബെനിഫിഷ്യറീസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ട്രസ്റ്റി എന്ന് പറയുന്ന വ്യക്തി ട്രസ്റ്റ് റൺ ചെയ്ത് മാനേജ് ചെയ്യുന്നത്. അടുത്തൊരു കാറ്റഗറിയാണ് PSEs, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. ഇതിനെ തന്നെ PSU എന്നും പറയും, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്നും പറയും. ആ പേരിൽ നിന്ന് തന്നെ ഉണ്ട്, അത് പബ്ലിക് സെക്ടറിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളായിരിക്കും. ഇവിടുത്തെ PSUൽ എന്ന് വെച്ചാൽ ഷെയർസായിട്ട് കമ്പനിയുടെ ഫുൾ ആയിട്ട് ഒരാളുടെ കയ്യിലായിരിക്കില്ല, പകരം ഷെയർസ് ഇഷ്യൂ ചെയ്യും. എന്നിട്ട് ഷെയർ വാങ്ങുന്ന ആൾക്കാർ അഥവാ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്കായിരിക്കും ഇവിടെ ലാഭവിഹിതവും കാര്യങ്ങളുമൊക്കെ കിട്ടുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പാണ് മേജറായിട്ടുള്ളത്. മേ ബി 51% ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കും, ബാക്കി 49% മാത്രമേ ഷെയറായിട്ട് ഇഷ്യൂ ചെയ്ത് പബ്ലിക്കിൻ്റെ കയ്യിലോട്ട് പോകത്തുള്ളൂ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് പാർലമെൻറ്റിൽ സ്പെഷ്യൽ ആക്ട് പാസ് ചെയ്തിട്ടാണ്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആക്റ്റായിട്ടുള്ള LIC ആക്ട് 1956 പാർലമെൻറ്റിൽ പാസ്സാക്കിയ LIC ആക്ട് പ്രകാരമാണ് LIC ഓഫ് ഇന്ത്യ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് PSCക്ക് എക്സാമ്പിളാണ്. കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തത് to achieve balanced regional development through diversification of economic activity in less developed areas by providing adequate infrastructure. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള റീജിയണൽ ഡെവലപ്മെൻറ്റ് ഒരു ഏരിയയിൽ മാത്രമല്ല, കുറച്ച് എക്കണോമിക്കലി പുവറായിട്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് നിൽക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിലും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് സമ്പാദ്യമൊക്കെ കുറവുള്ള ഏരിയാസിൽ കൂടെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തിലാണ് ഇങ്ങനെ PSEs സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ രാജ്യത്തിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇത് എസെൻഷ്യലാണ് എന്നത് ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുക. എങ്ങനെ? ബൈ മേക്കിംഗ് ഗുഡ് ദ ഡെഫിഷ്യൻസീസ് ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഗുഡ്സൊക്കെ ഉണ്ടാക്കി, ഗുഡ് ഡെഫിഷ്യൻസി എന്നല്ല കേട്ടോ, ഗുഡ്സൊക്കെ ഉണ്ടാക്കി അതുപോലെ തന്നെ ഡെഫിഷ്യൻസീസ് റെഡ്യൂസ് ചെയ്യുന്നത് വഴി റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാക്കുക. അപ്പോൾ ആ സെൻറ്റൻസ് ഇങ്ങനെ മാറ്റിക്കോളുക. ടു പ്രൊമോട്ട് റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് ബൈ മേക്കിംഗ് ഗുഡ്സ് ആൻഡ് റെഡ്യൂസിങ് ദ ഡെഫിഷ്യൻസീസ് ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നാക്കുക. Then to create and maintain basic infrastructural facilities for the growth of economy. എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താ? ബിൽഡിങ്സ് അല്ലെങ്കിൽ റെയിൽവേ, ബ്രിഡ്ജസ്, അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് വിച്ച് ആർ വെരി മച്ച് യൂസ്ഫുൾ ഫോർ അവർ ഗ്രോത്ത് ആൻഡ് അവർ ഡെയിലി ലൈഫ്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അതൊക്കെ ഡെവലപ്പ് ചെയ്യുക, ഇനിക്വാലിറ്റീസ് കുറയ്ക്കുക, അതുപോലെ തന്നെ
കോൺസെൻട്രേഷൻ ഓഫ് പവർ അല്ലെങ്കിൽ മോണോപോളി കുറയ്ക്കുക, അല്ലെങ്കിൽ അത് പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുക. ദെൻ അഡിക്വേറ്റ് ആയിട്ടുള്ള ടെക്നോളജീസൊക്കെ അല്ലെങ്കിൽ മെഷീൻസ്, എക്യുപ്മെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് മേജർ ഒബ്ജക്റ്റീവ്സ്. ദെൻ അടുത്തത് പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ്. ഈ നമ്മൾ പറഞ്ഞ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെയെന്ന് വെച്ചാൽ ഗവൺമെൻറ് ആയിരിക്കില്ല ഈ പറയുന്ന കമ്പനികൾ ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതൊക്കെ. പകരം ആരായിരിക്കും? ഏതെങ്കിലും ഒരു പ്രൈവറ്റായിട്ടുള്ള വ്യക്തിയോ അല്ലെങ്കിൽ പ്രൈവറ്റായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോ ആയിരിക്കും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഓൺ ചെയ്യുന്നതും. ഉടമസ്ഥാവകാശം, അതുപോലെ അവിടുത്തെ മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻസ്, കൺട്രോൾ ഒക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലായിരിക്കും. ഇതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി പ്രോഫിറ്റ് ജനറേഷൻ തന്നെയാണ്. കിട്ടുന്ന പ്രോഫിറ്റ് ഓണേഴ്സിന് അല്ലെങ്കിൽ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ചെടുക്കാൻ സാധിക്കും. സോ ഇതൊരു ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ കോർപ്പറേഷൻ, അതും അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അങ്ങനത്തെ ഇൻഡിവിജ്വൽ ബിസിനസ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ്. അടുത്ത ഫോം ഓഫ് ബിസിനസ് എൻറ്റൈറ്റി എന്ന് പറയുന്നത് JV അഥവാ ജോയിൻറ്റ് വെഞ്ചേഴ്സ്. ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത് രണ്ട് കമ്പനീസ്, മേ ബി ഡിഫറെൻറ്റ് ഏരിയാസിലുള്ള രണ്ട് കമ്പനീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരേ ഏരിയയിലുള്ള രണ്ട് കമ്പനി ആയിരിക്കാം, ഒരേ ഫീൽഡിലുള്ളതായിരിക്കാം. അങ്ങനെയുള്ള രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ കമ്പനികൾ ജോയിനായി ഒരുമിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ കമ്പൈൻ എഫേർട്ട് കാരണം ഉണ്ടാകുന്ന ഒരു പുതിയ സ്ഥാപനത്തെ വിളിക്കുന്ന പേരാണ് ജോയിൻറ്റ് വെഞ്ചേഴ്സ്. രണ്ട് കമ്പനികളും ഈക്വലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും ക്യാപിറ്റലിന് വേണ്ടിയിട്ട്. ദെൻ ഒരേപോലെ എഫേർട്ടും ടൈമും ഒക്കെ എടുക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ സ്ട്രാറ്റജിക് അലയൻസ് ഓഫ് 2 or more companies or business houses. രണ്ട് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ കമ്പനികളുടെയോ ബിസിനസ് ഹൗസുകളുടെയോ ഒത്തുചേരലാണ്, ഒരുമിച്ചുണ്ടാകുന്നതാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. പൊതുവെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഷെയർ മാർക്കറ്റ്സ്, അസറ്റ്സ്, ഇൻഫർമേഷൻ, പ്രോഫിറ്റ്സ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ ICIC Prudential ലൈഫ് ഇൻഷുറൻസ് കമ്പനിയും അതുപോലെ മഹീന്ദ്ര റിനോൾട്ടും ഒക്കെ ജോയിൻറ്റ് വെഞ്ചേഴ്സിന് എക്സാമ്പിളാണ്. മഹീന്ദ്ര റിനോൾട്ട് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ചേർന്നതാണ്? മഹീന്ദ്രയും റിനോൾട്ടും ചേർന്ന് തുടങ്ങിയ വെഞ്ചറാണ് മഹീന്ദ്ര റിനോൾട്ട് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് കാറ്റഗറി ഈസ് MNCs അഥവാ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ഓൺഡ് ഓർ കൺട്രോൾ പ്രൊഡക്ഷൻ ഓർ സർവീസ് ഫെസിലിറ്റീസ് ഇൻ 1 or more countries അതർ ദാൻ ദ ഹോം കൺട്രി. MNC എന്ന് പറയുമ്പോൾ സ്വന്തം രാജ്യത്ത് ഒരു ബ്രാഞ്ച് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മെയിൻ കമ്പനി ഉണ്ടാവും. അതായത് ഹോം കൺട്രിയിൽ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ മെയിൻ ആയിട്ടൊരു സ്ഥാപനമുണ്ട്. ഇതിൻ്റെ സബ് ബ്രാഞ്ചുകൾ വേറെ പല പല രാജ്യങ്ങളിൽ തുടങ്ങുന്നു. ഒന്നിലധികം രാജ്യങ്ങളിലോ ഇതിൻ്റെ സബ് ബ്രാഞ്ച് കൂടെ തുടങ്ങി ഓപ്പറേറ്റ് ചെയ്താൽ അങ്ങനെയുള്ള കമ്പനീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ഒന്നിലധികം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളെയാണ്, ഒരേ രീതിയിൽ ബ്രാഞ്ചസ് ഉള്ള കമ്പനീസിനെ വിളിക്കുന്നതാണ് MNC. ലുലു ഒക്കെ ഇല്ലേ, ലുലു ഒക്കെ അതുപോലെയാണ്. ഹോം കൺട്രിയിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഒന്നിലധികം ബ്രാഞ്ച് ഉണ്ട്, അതുപോലെ പുറം രാജ്യങ്ങളിലും ധാരാളം ബ്രാഞ്ചുകളുണ്ട്. സോ ഇതിനെ നമുക്കൊരു ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ എന്ന് വിളിക്കാം. MNCക്ക് ഒരു ഡെഫിനിഷൻ ILO തന്നിട്ടുണ്ട്, അതായത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഒരു ഡെഫിനിഷൻ സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ കോർപ്പറേഷൻ വിച്ച് ഹാസ് ഇറ്റ്സ് ഓപ്പറേഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് ബേസ്ഡ് ഇൻ 1 country വിത്ത് സെവറൽ അതർ ഓപ്പറേറ്റിംഗ് ബ്രാഞ്ചസ് ഇൻ ഡിഫറെൻറ്റ് അതർ കൺട്രീസ്. സ്വന്തം രാജ്യത്ത് ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് മെയിൻ ഓഫീസും ബാക്കി രാജ്യങ്ങളിൽ ബ്രാഞ്ചസും ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനീസാണ് MNC. കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ, IBM, നോക്കിയ, പെപ്സിക്കോ, സോണി ഇതൊക്കെ MNCക്ക് എക്സാമ്പിളാണ്. ഓൾമോസ്റ്റ് നമുക്കറിയാവുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ കമ്പനീസും MNCയുടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ മെയിൻ കൺട്രിയിലല്ലാതെ വേറെ കൺട്രിയിൽ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോസ്റ്റ് കൺട്രീസ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.